അച്ഛൻ എന്നിട്ട് ടെമ്പിളിലാണ് നമ്മള് ടെമ്പിളിൽ സ്വാമി എത്തുന്ന അത് കഴിഞ്ഞിട്ട് നമ്മൾ ലഡ്ഡു കച്ചിട്ടാണ് ഏതോ ലഡു എവിടെ ഇതാണോ ലഡു? അതെ ലഡു. ലഡു കഴിക്കാൻ വേണ്ടി ഒന്നിക്ക് അമ്പലത്തിലേക്ക് എടുത്താൽ ലഡു മുഖ്യം ബിഗിലേ വെച്ച് ഫസ്റ്റ് ടൈം ടെമ്പിൾ വിസിറ്റ്. ഞങ്ങള് ബിർമിംഗ്ഹാമിലെ ബാലാജി വെങ്കടേശ്വര ബാലാജി ടെമ്പിളിലാണ്. അതെ, തൊഴുതിപ്പോൾ ഇറങ്ങിയുള്ളൂ. അപ്പോൾ നമ്മൾ ടെമ്പിളിൻ്റെ ഉള്ളിലൊക്കെ തൊഴുത് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തത് നല്ല വിശപ്പുണ്ട്. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ്. അപ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും അത് യൂസ്ഫുൾ ആയിരിക്കും ഇവിടെ വരുന്നവർക്ക്. അപ്പോൾ നമുക്ക് ബാക്കി റെസ്റ്റോറൻറ്റിൽ പോയിട്ട് കാണാം. അപ്പോൾ റെസ്റ്റോറൻറ്റ് പോണ വഴി തന്നെയാണ് അമ്പലത്തിലെ ഓഡിറ്റോറിയം. അവിടെയാണ് സാധാരണ അന്നദാനം നടക്കാറ്. അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് സാധാരണ കഴിക്കാറ്. പക്ഷെ അപ്പോൾ ഇന്ന് വെറൈറ്റി ആയിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് അവിടെ തന്നെ കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു സ്റ്റോറുണ്ട്, പൂജാ സ്റ്റോഴ്സാണ്. അപ്പോൾ അവിടെ അമ്പലത്തിലേക്ക് ആവശ്യമായിട്ടുള്ള പൂജാ സാമഗ്രികളൊക്കെ കിട്ടും. അപ്പോൾ ഇതാണ് റെസ്റ്റോറൻറ്റ് എൻട്രൻസ്. നമ്മൾ ഉള്ളിൽ കയറി കണ്ടപ്പോൾ തന്നെ കണ്ണ് മഞ്ഞളിച്ച് പോയി. അതായത് ഇഷ്ടംപോലെ സ്വീറ്റ്സ് കാര്യങ്ങൾ, ഐസ്ക്രീം എല്ലാം ഉണ്ട്. 2 കൗണ്ടറുകളായിട്ടാണുള്ളത്. ഒന്നിന് നമുക്ക് സ്വീറ്റ്സ്, ഐസ്ക്രീം, ചായ, കാപ്പിയൊക്കെ കിട്ടും. അപ്പുറത്ത് നമുക്ക് ഓർഡർ ചെയ്യണം, ദോശ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഓർഡർ ചെയ്യാം. അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തു. അപ്പോൾ സ്റ്റാർട്ടർ പോലെ വടയും മുളക് ബജ്ജിയും വന്നിട്ടുണ്ട്. അപ്പോൾ അത് ട്രൈ ചെയ്തു. വേദനാണെങ്കിൽ നെയ്റോസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൻ അതും കഴിച്ചു. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. ബജ്ജി കോമ്പിനേഷനായിട്ടുള്ള ചട്നിയും ചമ്മന്തിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ നാട്ടിലെ കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. നല്ല വിശപ്പുള്ളതുകൊണ്ട് അടിപൊളിയായിരുന്നു. അപ്പോൾ നല്ല ഫുഡൊക്കെയാണ് ഇവിടെ സെർവ് ചെയ്യുന്നത്. നല്ല ഹൈജീനിക്കാണ്. നമ്മൾ സെൽഫ് സർവീസാണ്. നമ്മൾ എന്നിട്ട് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തന്നെ അത് കൊണ്ട് കളയും വേണം. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അമ്പലത്തിൽ തൊഴുകയും ചെയ്ത് മനസ്സും നിറഞ്ഞു വയറും നിറഞ്ഞു.